ഫ്രണ്ട്സ്, എല്ലാവർക്കും റൈസ് അപ്പ് ദ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. ആകർഷണ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മനുഷ്യ മനസ്സും അതുപോലെ പ്രപഞ്ചവുമായി കണക്റ്റഡ് ആണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചുള്ള വസ്തുക്കളായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അത് മാറ്റം വരുന്നത്. അതിപ്പോൾ പല രീതിയിൽ സംഭവിക്കാം. നല്ലതിനു വേണ്ടി ചിന്തിക്കാം, മോശമായിട്ട് ചിന്തിക്കാം. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങളും, മോശമായ കാര്യങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ മോശമായ കാര്യങ്ങളും. നമ്മളൊരു വിത്ത് മണ്ണിൽ നടുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആ വിത്ത് എത്രത്തോളം നമ്മളെ കെയർ ചെയ്ത് കൊണ്ടു നടക്കുകയാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നല്ല വിത്ത്, നമുക്ക് നല്ല ഫലം അതിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. നമ്മൾ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യുന്നതെങ്കിൽ ആ മോശമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും നമ്മുടെ ലൈഫിൽ ചുറ്റുപാടുകളിൽ നിന്നും നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറമേയുള്ള സാഹചര്യമാണ് കാരണമാണ് പലരും മോശമായിട്ട് അവർ ലൈഫ് സംഭവിക്കുന്നതെന്നാണ്. എന്നാൽ അതൊരു തെറ്റായ ചിന്തയാണ്. നമ്മുടെ മനസ്സ് തന്നെയാണ് ഒരു മഹാപ്രപഞ്ചം പോലെ തന്നെയാണ് മനസ്സ്. അപ്പോൾ നമ്മൾ ആ മനസ്സ് എത്രത്തോളം നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടി ഒരു ദിവസം തന്നെ 50,000-70,000 ചിന്തകളായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ആ ചിന്തകളിൽ നമ്മൾ നല്ലത് മാത്രം, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ഫ്യൂച്ചറിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫിൽട്രേഷൻ വഴി നമ്മുടെ ജീവിതം മാറ്റാൻ നമുക്ക് കഴിയും. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ വിധിയായിട്ട് തീരുമാനിക്കുന്നത്. അല്ലാതെ നമുക്ക് പല ആൾക്കാരും അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകുന്നവരുണ്ട്. അതുപോലെ പലരും വിധിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് വിധിയാണെന്നുള്ളത്, വിധിയെ പഴിച്ച് ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ വിധികർത്താവ്. അത് നമ്മൾ എപ്പോൾ മനസ്സിലാക്കി തുടങ്ങുന്നോ അപ്പോൾ തൊട്ടായിരിക്കും നമുക്ക് ജീവിതത്തിൽ അവിടുന്ന് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പല ഇമ്പ്രൂവ്മെൻറ്റ്സും ലൈഫിൽ പല മാറ്റങ്ങളും വരുന്നതായിട്ട് കാണാൻ പറ്റും. പെട്ടെന്ന് തന്നെ മാറ്റം കിട്ടില്ല. കാരണം നമ്മൾ പഴയ ചിന്തകൾ, ഒരുപാട് മോശം ചിന്തകൾ നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. അതിങ്ങനെ ഫീഡായിട്ട് കിടക്കുവാണ്. ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ റാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ നമ്മൾ ഒരു തലച്ചോറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഫീഡ്, പഴയകാല അനുഭവങ്ങളും ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളെല്ലാം നമ്മളത് ഫീഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അത് നമ്മൾ വീണ്ടും റീറൈറ്റ് ചെയ്യണം. നമ്മുടെ പുതിയ തോട്ട്സ്, നല്ല ചിന്തകൾ കൊടുത്ത് അത് വീണ്ടും റീറൈറ്റ് ചെയ്ത് നല്ല നല്ല ചിന്തകൾ കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി അത് പുതിയ കാര്യങ്ങൾ അപ്ഡേഷൻ ആവും. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അതാണ് ആകർഷണ നിയമത്തിൻ്റെ ഒരു പവർ. ഈ പ്രപഞ്ചം എല്ലാം നല്ലതായിട്ടിരിക്കാനാണ് പ്രപഞ്ചം വിചാരിക്കുന്നത്. പക്ഷെ എന്നാൽ മനുഷ്യൻ്റെ മനസ്സാണ് പലപ്പോഴും മോശം കാര്യങ്ങളിലേക്ക് ആകർഷിക്കുന്നതും അവർ നശിക്കാനും അതുപോലെ പല മോശപ്രവണതകളിലോട്ട് പോകുന്നതും മനുഷ്യൻ്റെ മനസ്സ് കാരണമാണ്. അപ്പോൾ ആ മനസ്സ് എത്രത്തോളം നമ്മൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്രത്തോളം നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. താങ്ക് യു.